നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളു, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ മേഖലയിലേക്ക് വരുന്ന ബിഗിനേഴ്സ്, ഇവർക്ക് എങ്ങനെയാണ് ഈ മേഖലയിൽ സക്സസ് നിലനിർത്താനായിട്ട് സാധിക്കുന്നത്. അതിനു മുൻപ് തന്നെയായിട്ട് ഇതിൻ്റെ ഒരു റിയാലിറ്റി എപ്പോഴും മനസ്സിലാക്കുക. ഇപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്ന ഒരു ബിഗിനേഴ്സ് ആയാലും എനിക്ക് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എടുക്കണം എന്നുള്ള രീതിയിലാണ് പലരും വരുന്നത്. ചിലപ്പോൾ ഒരു ദിവസ വരുമാനം, മന്ത്ലി ഇത്ര റിട്ടേൺസ്, ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് പല ബിഗിനേഴ്സും ഈ മേഖലയിലേക്ക് വരുന്നത്. ട്രൂത്ത് ആദ്യം മനസ്സിലാക്കുക, ഇത് തുടക്കക്കാർക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പല ആളുകൾക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഞാൻ പറയുന്നത് ഒരു ദിവസം എടുക്കും നല്ല പ്രോഫിറ്റ്, ഒരു മാസം എടുക്കും നല്ല പ്രോഫിറ്റ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് എൻഡ് ഓഫ് ദി ഇയറിൽ വരുന്ന ഒരു സമയത്ത് ഒരു നിശ്ചിത പെർസെൻറ്റേജ് റിട്ടേൺസ്, അങ്ങനെ എല്ലാ സമയത്തും അത് എടുത്തു പോകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് ഇൻ കേസ് ഇന്റർവെൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് എടുത്തു പോകാൻ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ എൻഡ് ഓഫ് ദി ഇയറിൽ എല്ലാ ഇയറിലും പ്രോഫിറ്റ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഒരു ബിഗിനേഴ്സിന് ഈ മേഖലയിൽ സാധിക്കില്ല. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ന് കാണുന്ന പോലെയല്ല മാർക്കറ്റ് നെക്സ്റ്റ് ഇയറിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ഒരു മാർക്കറ്റ് ഇതേപോലെ ആയിരിക്കില്ല, 3 മാസം കഴിഞ്ഞ് വരുന്ന മാർക്കറ്റ് ഇതേപോലെ ആയിരിക്കില്ല. അപ്പോൾ എല്ലാ മാർക്കറ്റിലും കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, എല്ലാ മാർക്കറ്റിലും പ്ലേ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതാണ് ബിഗിനേഴ്സിനെ ഈ മേഖലയിൽ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ മാർക്കറ്റിലും പ്ലേ ചെയ്യണം. ചില മാർക്കറ്റ് ഒരു ട്രെൻഡി മാർക്കറ്റ് മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു മാർക്കറ്റും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മുകളിലോട്ടായാലും താഴോട്ടായാലും സൈഡ് വേസ് മാർക്കറ്റ് ഉണ്ടായിരിക്കും, ഹൈ വോളറ്റൈൽ മാർക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എല്ലാ മാർക്കറ്റിലും കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരണം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള ബോളുകളെയും ഫേസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. അത്തരം എക്സ്പീരിയൻസ് വരുന്നത് നമുക്കൊരു തിയറി പഠിച്ചുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വരില്ല, മാർക്കറ്റ് വെറുതെ വാച്ച് ചെയ്തിരുന്നുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് വരില്ല. ജസ്റ്റ് ഒരു കാര്യം പഠിച്ചത് കൊണ്ടോ ഒരു മാർക്കറ്റിനെ ഒരുപാട് സമയം അനാലിസിസ് ചെയ്തുകൊണ്ടോ ഈ മേഖലയിൽ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ആ കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി പ്രാക്ടീസ് നടത്തണം. ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ടായാലും ട്രേഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, എല്ലാ മാർക്കറ്റിലും ട്രേഡ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഒരാളെ, ഒരു എക്സ്പീരിയൻസ് വരാതെ ഒരു ഫ്രഷറും ഈ മേഖലയിൽ നിന്ന് വിജയിക്കില്ല. കാരണം എല്ലാ ടൈപ്പ് മാർക്കറ്റിലും ഒരു എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ശരിക്കും ആക്ച്വലി ഇദ്ദേഹം ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിട്ട് വരുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത്. അത്തരം എക്സ്പീരിയൻസ് കൂടിയാണ് നമുക്ക് ആ ഒരു റിസ്ക് മാനേജ്മെന്റ്, എങ്ങനെയൊക്കെ റിസ്കിനെ മാനേജ്മെന്റ് ചെയ്യാം. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളായിരിക്കും. അത് എന്താണ് ആ ഒരു വീക്ക് പോയിന്റ്? യെസ്, അതിനെ വീക്ക് പോയിന്റ് എന്നാണ് പറയുക. ആ ഒരു വീക്ക് പോയിന്റ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്താലാണ് മനസ്സിലാകുള്ളൂ. കുറച്ച് നാൾ ട്രേഡ് ചെയ്ത് നോക്കുന്ന ഒരു സമയത്ത് ഓരോരുത്തർക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. ആ ഒരു വീക്ക് പോയിന്റിനെ സ്ട്രെങ്തൻ ചെയ്യലാണ് അടുത്തൊരു ഘട്ടം വരുന്നത്. ആ ഒരു വീക്ക് പോയിന്റിനെ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴാണ് സക്സസിലേക്ക്, ആ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റിലേക്ക് പലരും എത്തിച്ചേരുന്നത്. അപ്പോൾ അത് ബേസിക് നിർദ്ദേശങ്ങൾ, ഇപ്പോൾ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് നിർദ്ദേശങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ബേസിക് നിർദ്ദേശങ്ങൾ, ഫ്യൂച്ചേഴ്സിനെ കുറിച്ചുള്ള, ഓപ്ഷൻസിനെ കുറിച്ചുള്ള ബേസിക് നിർദ്ദേശങ്ങൾ, ഇതെല്ലാം പഠിച്ചാലും ഒരാൾക്ക് സക്സസ് ഉണ്ടാക്കിയിരിക്കാൻ സാധിക്കില്ല. ആക്ച്വലി ഈ ബേസിക് ആയിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ, ബേസിക് ആയിട്ടുള്ള അറിവുകൾ, ഇതെല്ലാം ഫ്രീ ആണ്. നമുക്ക് പലർക്കും അത് അറിയില്ല. ഇപ്പോൾ ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് ഇൻവെസ്റ്റോപീഡിയയിൽ സെർച്ച് ചെയ്താലും ഏത് കണ്ടന്റും നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് കിട്ടും. ഇൻ കേസ് ഏത് പാറ്റേൺസ് കിട്ടും, ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്ന പാറ്റേൺസ് കിട്ടും, ഫണ്ടമെന്റൽ അനാലിസിസിന്റെ റൂളുകൾ കിട്ടും, വാരൻ ബഫറ്റ് ഉപയോഗിക്കുന്ന റൂളുകൾ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയാലും സക്സസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമാണ് വേണ്ടത്, സ്ട്രാറ്റജി. ഒരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലാണ് ഒരു ഇൻവെസ്റ്റർക്ക് ലോങ് ടൈമിലേക്ക് പ്രോഫിറ്റ് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ.
അതുപോലെ തന്നെ ഒരു നല്ലൊരു ട്രേഡർക്ക് ഒരു നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിലാണ് എപ്പോഴും ലോങ് ടൈമിലേക്ക് ഒരു സക്സസ് ഉണ്ടായിരിക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ്, എല്ലാ മാസവും ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായാലും നമുക്കൊരു സ്ട്രാറ്റജിയാണ് ആവശ്യം. ആ ഒരു സ്ട്രാറ്റജി ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ സ്ട്രാറ്റജി എവിടെ നിന്ന് കിട്ടാന്ന്. ഈ സ്ട്രാറ്റജി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള നിർദ്ദേശങ്ങളും റൂളുകളും പലതരത്തിലുള്ള ഒരു പാറ്റേൺസും ഫണ്ടമെന്റൽ അനാലിസിസും റൂളുകളും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത്തരം റൂളുകളൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കുറച്ച് നാള് മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ കുറച്ചൊരു ആക്യുറസി ഉള്ള ഒരു കാര്യങ്ങളൊക്കെ കൂട്ടിയെടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന റൂളുകളാണ്. മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന റൂളുകളെയാണ് ശരിക്കും സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത്തരം റൂളുകൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് ഒരു ബിഗിനർക്ക് ഇതിൽ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അതായത് ഏറ്റവും ചെറിയൊരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇൻ കേസ് ഒരു 5,000 റുപ്പീസോ ഒരു 10,000 റുപ്പീസോ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് ഇൻട്രാഡേ ആയാലും നിങ്ങളൊരു പൊസിഷൻ ട്രേഡ് ആയാലും ചെറിയൊരു എമൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ചെറിയൊരു എമൗണ്ട് കൊണ്ട് തന്നെ നിങ്ങളൊരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു എമൗണ്ട് കൊണ്ട് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ക്യാപിറ്റൽ കൂട്ടിയിട്ട് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പലരും വരുന്നവർ പറയുന്നത് വലിയൊരു ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ട്രേഡ് ചെയ്യാൻ പറ്റാത്തതെന്ന്. ആക്ച്വലി ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ വലിയൊരു ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇൻ കേസ് ഒരു ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരാൾക്കാണ് ഒരു വലിയൊരു ക്യാപിറ്റൽ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയൊരു ക്യാപിറ്റൽ കൊണ്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഒരു സിസ്റ്റമാണ്. വലിയൊരു ക്യാപിറ്റലായാലും ചെറിയൊരു ക്യാപിറ്റലായാലും അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ മണി മാനേജ്മെന്റ് റൂൾസ്, റിസ്ക് മാനേജ്മെന്റ് റൂൾസ്, റൈറ്റ് സ്ട്രാറ്റജി. ഇത് മൂന്നും വരുമ്പോഴാണ് നമുക്കൊരു കൺസിസ്റ്റന്റ് ഒരു പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ അത് ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് ഇത്തരം റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്ത് പരിശീലിക്കുക. ആ ഒരു പരിശീലനം നടത്തുമ്പോൾ ഏകദേശം ഒരു 3-6 മാസമോ കഴിയും. അപ്പൊ അതിനുശേഷം ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു 10,000 റുപ്പീസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്കൊരു 20,000 റുപ്പീസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 15,000 ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ കൂട്ടിക്കൊണ്ട് ട്രേഡിംഗ് ആരംഭിക്കാം. ഇതാണ് അതിന്റെ റൈറ്റ് ആയിട്ടുള്ള രീതി. പിന്നെ അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേപ്പർ ട്രേഡ് ചെയ്യാം എന്ന്. മാർക്കറ്റിൽ നോക്കിയിരുന്നു കൊണ്ട് പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ആരും വിജയിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ട് ആരും നല്ലൊരു കളിക്കാരനാകില്ല. അതുപോലെ തന്നെയാണ് ഈ പേപ്പർ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും മാർക്കറ്റിൽ തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ഓരോരുത്തരുടെയും വീക്ക്നെസ്, ഓരോരുത്തരുടെയും സ്ട്രെങ്ത്, ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്യുന്നതും റിയൽ ട്രേഡ് ചെയ്യുന്നതും വളരെയധികം വ്യത്യാസമുണ്ട്. റിയൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻ, സെന്റിമെന്റിൽ ഇതൊക്കെ വർക്ക് ചെയ്യും. പക്ഷെ പേപ്പർ ട്രേഡ് ചെയ്യുന്ന ഒരു സമയത്ത് അവിടെ ഇമോഷനും ഇല്ല, സെന്റിമെന്റും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ബൈ എടുത്തു, ഇവിടെ നിന്ന് വിറ്റു എന്നുള്ള ഒരു അപ്രോച്ച് മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും പേപ്പർ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ റൈറ്റ് രീതിയിൽ ചെറിയൊരു എമൗണ്ട് ഇട്ടിട്ട് തന്നെ ട്രേഡ് ചെയ്ത് പരിശീലിക്കുക. ഇൻ കേസ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും ഷോർട്ട് ടൈം ട്രേഡിംഗ് ആയാലും ഇൻട്രാഡേ ട്രേഡ് ആയാലും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കൊരു റൈറ്റ് ഒരു സിസ്റ്റം കിട്ടും, റൈറ്റ് ഒരു റൂളുകൾ കിട്ടും. അതിനനുസരിച്ച് മുന്നേറി കഴിഞ്ഞാൽ ഈ ട്രേഡിങ്ങിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നന്ദി.